قال لا تخافا إنني معكما أسمع وأرى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതായത് ഇസ്ലാമിലെ സ്ത്രീ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് രണ്ട് വീഡിയോകളിലായി ലിയാഖത്തിലേക്ക് നമ്മൾ മറുപടി കൊടുത്തു കഴിഞ്ഞു. അതായത് ഡോക്ടർ അനിൽ മുഹമ്മദിന് മറുപടിയായിട്ട് ലിയാഖത്തിലേക്ക് കൊടുത്ത ഒരു വീഡിയോ, അതിനെ നമ്മൾ പല ഭാഗങ്ങളായിട്ട് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ 2 പാർട്ട് ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതിനകത്ത് ഈ സ്വതന്ത്ര ചിന്താഗതി സ്ത്രീകളെ എന്തുകൊണ്ടാണ് ഈ വസ്ത്രങ്ങളിടാതെ അവർ പുറത്തു വരണമെന്ന് പറയുന്നത് അതിൻ്റെ ഉദ്ദേശം എന്താണ്, ഇസ്ലാം സ്ത്രീക്ക് നൽകിയിരിക്കുന്ന മാന്യമായ വസ്ത്രത്തിനെ അവരെന്തുകൊണ്ടാണ് എതിർക്കുന്നത്, അതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മളതിനകത്ത് ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ നിങ്ങൾ കാണാത്തവർ ആ പഴയ 2 വീഡിയോ കാണുക. അതിനകത്ത് ഈ സ്വതന്ത്ര ചിന്താഗതി സ്ത്രീക്ക് എത്രത്തോളം ആപത്താണ് ഈ കൂട്ടർ പറയുന്ന സിദ്ധാന്തം, അവരെ വസ്ത്രങ്ങളിൽ നമ്മൾ ഇടപെടരുത്, അവരെ പുറത്ത് കൊണ്ടുവരണം, മാന്യമല്ലാത്ത വസ്ത്രം ധരിച്ചവർ പുറത്ത് വരണം, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും നമ്മളതിനകത്ത് ഡിസ്കസ് ചെയ്തു. അത് വീണ്ടും ആവർത്തിക്കുന്നില്ല, നിങ്ങളത് കണ്ടുകൊള്ളുക. ഇന്ന് ആ വീഡിയോയിൽ തന്നെ ലിയാഖത്തിൽ പറഞ്ഞ മറ്റ് കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അനുസരണക്കേട് കാണിക്കും എന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക, ഇടപ്പറകൾ അവരുമായി അകന്നു നിൽക്കുക, അവരെ അടിക്കുകയും ചെയ്തു കൊള്ളുക. എന്നിട്ട് അവർ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം പിന്നെ നിങ്ങൾ അവർക്കെതിരിൽ യാതൊരു മാർഗവും തേടരുത്. തീർച്ചയായും അള്ളാഹു ഉന്നതനും മഹാനുമാകുന്നു എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ധനം കൊടുത്ത് സ്വന്തമാക്കിയ ഭർത്താവ് എന്ന ഭർത്തൃത്വം എന്ന പദവിയിൽ നിങ്ങളെ അനുസരിച്ച് ജീവിക്കുക എന്ന അള്ളാഹുവിന്റെ നിബന്ധന ബാധകമായ ഒരു മുസ്ലിം സ്ത്രീ അങ്ങനെ അനുസരിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ആദ്യം ഒന്ന് ഉപദേശിക്ക്, അത് കഴിഞ്ഞിട്ട് കിടപ്പറയിൽ നിന്ന് മാറ്റിക്കിടത്ത്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ അടിച്ചുകൊള്ളുക എന്നാണ്. ഇതാണ് ഇസ്ലാമിന്റെ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാട്. അതിനകത്ത് ഖുറാൻ്റെ 4:34 വചനം എടുത്ത് വെച്ചിട്ട് ലിയാഖത്തിൽ കുറച്ച് വിമർശനം നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് കാണുന്നത്. എന്തായാലും നിങ്ങൾ ആ ക്ലിപ്പ് ആദ്യം കേൾക്കുക. അപ്പോൾ ക്ലിപ്പ് നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇതിൽ ലിയാഖത്തിൽ പറയുന്നത് പുരുഷന്മാർ സ്ത്രീകളെ നിയന്ത്രിക്കണം എന്നാണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെ ശരിയാവും, രണ്ടും ഈക്വൽ അല്ലേ എന്നുള്ള രീതിയിലാണ് അവർ ആരോപണം വയ്ക്കുന്നത്. ഇത് ഈ കുടുംബം എന്നുള്ള കൺസെപ്റ്റിന് എതിരാണ് ഈ സ്വതന്ത്ര ചിന്തകൾ. ലിയാഖത്തിലെ പോലെയുള്ള ആൾക്കാർ കുടുംബം എന്ന് പറയുന്നതേ അവർക്ക് ഇഷ്ടമല്ല. സ്ത്രീയും പുരുഷനും തുല്യ അവകാശവും, ആർക്കും ഇപ്പം പുരുഷന് ഇഷ്ടമുള്ളത് ചെയ്യാം, സ്ത്രീക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ആരും ആരെയും നിയന്ത്രിക്കാൻ പാടില്ല എന്ന ഒരു കൺസെപ്റ്റാണ് ഇവർ കൊണ്ടുവരാൻ നോക്കുന്നത്. ഇസ്ലാം അതിനെതിരാണ്. പറഞ്ഞത് ശരി തന്നെയാണ്. പുരുഷന്മാർ സ്ത്രീകളെ നിയന്ത്രിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് ഫാമിലി എന്ന് പറയുന്നത് ഒരു യൂണിറ്റാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു യൂണിറ്റ് ആയിരിക്കുമ്പോൾ അതിൻ്റെ ഹെഡ് ഒരാളായിരിക്കണം. എല്ലാവരും ഹെഡാണെങ്കിൽ അത് ഒരു യൂണിറ്റ് ആയിരിക്കത്തില്ല, ഒരു കൺട്രോളായി പോകത്തില്ല. എല്ലാം അതിൻ്റെ അകത്തും തോന്നി കണക്ക് ചെയ്തു. ആർക്കും പിള്ളേരുടെ ഇഷ്ടത്തിന് പോട്ടെ, ഭാര്യയുടെ ഇഷ്ടത്തിന് പോട്ടെ, ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് പോട്ടെ. അപ്പോൾ അതിനകത്ത് റെസ്പോൺസിബിലിറ്റിയോ അതിനുള്ള ഒരു ഉത്തരവാദിത്വം ഒന്നുമില്ല കുടുംബത്തിൽ. അപ്പോൾ കുടുംബമല്ല അത്. അപ്പോൾ ഏകത്തിൽ ഇതിനെ എതിർക്കുന്നതിൻ്റെ റീസൺ കുടുംബം എന്നുള്ള കൺസെപ്റ്റ് വരാൻ പാടില്ല. ആർക്കും നാളെ കുട്ടികളെ നിയന്ത്രിക്കാൻ പാടില്ല എന്ന് പറയും. കുട്ടികളെ നല്ല രീതിക്ക് പറഞ്ഞ് അവരെ നിയന്ത്രിച്ച് ഒരു സ്റ്റേജ് എത്തുന്നവരെ അവരെ നല്ല വളർത്തിക്കൊണ്ടുവരേണ്ടത് ഇസ്ലാമിൽ പുരുഷൻ്റെ അടുത്താണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. നാളെ അതും പറയും അത് ചെയ്യാൻ പാടില്ല, എങ്ങനെ നിയന്ത്രിക്കും, അവർ ഈക്വലാണ്, അവർ മനുഷ്യരാണ്, അങ്ങനെയൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഇഷ്ടത്തിന് വിടണമെന്നൊക്കെ പറയുന്നുണ്ട്. പഠിപ്പിക്കാനേ പാടില്ല എന്നൊക്കെ നാളെ പറയും. അവർ നാളെ വന്ന് പഠിച്ചോട്ടെ, എന്നെ എന്തിനാ ഇത് പഠിപ്പിച്ചാൽ നാളെ വന്ന് ചോദിക്കും എന്നൊക്കെ പല വിചിത്രമായ പല ന്യായങ്ങളും പലയിടത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട്. അസുഖം വന്നാൽ ചികിത്സിക്കരുത്, നാളെ ഇഞ്ചക്ഷൻ ഇടരുത്, എല്ലാം പറയും. എന്തിനാ സുന്നത്ത് ചെയ്യുന്നതെന്ന് വരെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നല്ലതിനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആരോഗ്യം നല്ലതാണ്, അതെല്ലാം അവൻ്റെ ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ലോജിക്കിനും ഇല്ലാത്ത വിചിത്രം എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഒരാളാണ് ഈ ലിയാഖത്തലി. അപ്പോൾ പുരുഷനെ നിയന്ത്രിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു യൂണിറ്റ് ആണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അതിന് ഒരു ഹെഡ് തീർച്ചയായിട്ടും വേണം. ഇപ്പോൾ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് എന്നുള്ളൊരു യൂണിറ്റ് ആണെങ്കിൽ അതിന് ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരാൾ വേണം. കോളേജിന് പ്രിൻസിപ്പൾ എന്ന് വേണം. എല്ലാവരും പഠിച്ച ആൾക്കാരാണ്, എല്ലാവരും സാറന്മാരാണ്. എന്താണ് വ്യത്യാസം? ഞങ്ങളെല്ലാവരും ഒന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളേജ് ഓടുമോ, അല്ലെങ്കിൽ ആ സ്കൂളിൽ നല്ല നടന്നു പോകുമോ? തീരുമാനങ്ങൾ എടുക്കാനും കാര്യങ്ങൾ നിയന്ത്രിച്ച് കൊണ്ടുപോകാനും ഒരാളിനെ ഏൽപ്പിച്ചാലേ അത് ശരിയാവുന്നത്. ഇപ്പം ഒരു രാഷ്ട്രമാണെങ്കിലും ഒരു പ്രധാനമന്ത്രി ഒരാളുടെ കൺട്രോളിലുണ്ടെങ്കിലോ, അതെന്താ ഒരാൾ മാത്രം പ്രധാനമന്ത്രി, എല്ലാവരും പ്രധാനമന്ത്രി ആയിക്കോളും, ഞങ്ങളും ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അത്രയ്ക്കും വലിയൊരു മണ്ടത്തരമാണ് ലിയാഖത്തിൽ ഇതിനകത്ത് പറയുന്നത്. ഒരു യൂണിറ്റ് ആയിരിക്കുമ്പോൾ ഒരാളുടെ കൺട്രോളിലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. 2 പേർ കൺട്രോൾ വെച്ചാൽ യൂണിറ്റ് അല്ല, രണ്ടാന്നുള്ള
ആ അർത്ഥം വരും. അത് ഇസ്ലാം അത് സമ്മതിക്കത്തില്ല. ഒരു യൂണിറ്റ് തന്നെയാണ്. നിങ്ങൾ ആ കുടുംബ ഭദ്രതയെ അല്ലെങ്കിൽ കുടുംബം എന്നുള്ള യൂണിറ്റിനെ ഇല്ലാതാക്കാൻ നോക്കുന്ന ചിന്തകരുടെ കുബുദ്ധിയാണ്. അതിൽ വീണ് പോകരുത്. ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ലോജിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും വേഗത്തിൽ പറഞ്ഞ കാര്യം തെറ്റാണ്. അതായത് ഒരു യൂണിറ്റ് ആകുമ്പോഴത്തേക്ക് നിയന്ത്രിക്കാൻ ഒരാളെ തന്നെയാണ് കൊടുക്കേണ്ടത്. രണ്ടുപേരും അവരിഷ്ടത്തിന് നടന്നോന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ അത് യൂണിറ്റ് അല്ല, കുടുംബമല്ല, അത് ഛിദ്രമായിപ്പോൾ അതിനൊരു ഡിസിപ്ലിൻ കാണത്തില്ല, ഒന്നും കാണത്തില്ല. ഓക്കെ, ഇനി ഇതിൽ ആരെയാണ് ഏൽപ്പിക്കുന്നത്? ഒരാളെ നിയന്ത്രിക്കാൻ ഏൽപ്പിച്ചേ പറ്റൂ. ആരെയാണ് ഏൽപ്പിക്കുന്നത്? ആരെ ഏൽപ്പിച്ചാലും ക്വസ്റ്റ്യൻ വരും. പുരുഷനെ ഏൽപ്പിച്ചാൽ എന്തുകൊണ്ട് സ്ത്രീ ഏൽപ്പിച്ചില്ല എന്ന് പറയും, സ്ത്രീ ഏൽപ്പിച്ചാൽ എന്തുകൊണ്ട് പുരുഷനെ ഏൽപ്പിച്ചില്ല എന്ന് പറയും. പക്ഷേ ഖുർആൻ അതിനൊരു ആൻസർ കൊടുക്കുന്നുണ്ട്. ആ കാരണം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് പുരുഷനെ ഈ നിയന്ത്രിക്കാനുള്ള അധികാരം ഏൽപ്പിച്ചു കൊടുത്തത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആരോഗ്യപരമായ ഒരു മേന്മയുണ്ട് എന്നാണ് ആദ്യമേ പറയുന്നത്. ഒരു വിഭാഗത്തിൽ മറ്റു വിഭാഗത്തേക്കാൾ നമ്മൾ കൂടുതൽ കഴിവ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഫിസിക്കാണ് കൊടുത്തത്. സ്ത്രീക്ക് പുരുഷൻ്റെ അത്രയും ഫിസിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആരോഗ്യപരമായിട്ട് കൂടുതൽ പുരുഷന് തന്നെയാണ്. അതൊരു കാരണം. രണ്ടാമത്തേത്, പുരുഷൻ സ്ത്രീക്ക് വേണ്ടി ധനം ചെലവാക്കുന്നു എന്നുള്ളതുകൊണ്ട്. അപ്പം റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും ഒന്നിച്ചു പോകണം. റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സ്ത്രീക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുക എന്നുള്ള ബാധ്യത ആർക്കാണ്? അത് പുരുഷന് വേണ്ടിയിട്ടാണ്, പുരുഷനാണ്. അപ്പോൾ ഈ രണ്ട് കാരണമുണ്ട്. ഒന്ന്, അവന് ആരോഗ്യപരമായ കഴിവുണ്ട്. രണ്ടാമത്തെ, കുടുംബം നോക്കേണ്ട കടമയും പുരുഷൻ്റെ പുറത്താണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പുരുഷനെ ആ കുടുംബത്തിൻ്റെ നിയന്ത്രണ അധികാരിയായിട്ട് വെച്ചിരിക്കുന്നത്. ഇതാണ് ഈ ആയത്ത് പറയുന്നത്. അതിനെ ലിയാക്കത്തിൽ എവിടെയെല്ലാം കൊണ്ടുവന്ന് നോക്കുക. സ്ത്രീ പുരുഷന് വേണ്ടി അതായത് ധനം ചെലവഴിച്ചത് എന്ന് പറഞ്ഞാൽ അത് മഹറാണെന്ന്. ഇങ്ങനെ ഒരു വ്യാഖ്യാനം ആരും പറഞ്ഞിട്ടില്ല. അവിടെ ചെലവഴിച്ചത് എന്ന് ചില ട്രാൻസ്ലേഷനിൽ കാണും, ചില ട്രാൻസ്ലേഷൻ ചെലവഴിക്കുന്നത് കൊണ്ടുവന്നാണ്. ആക്ച്വലി അവസാനം വരെയും സ്ത്രീക്ക് ചെലവഴിക്കേണ്ടത് പുരുഷനാണ്. എല്ലാവർക്കും അറിയാവുന്ന നിയമമാണ് ഇസ്ലാം. മരണം വരെ എത്ര കോടീശ്വരിയാണെങ്കിലും, സ്ത്രീ എത്ര കോടീശ്വരിയാണെങ്കിലും, സ്ത്രീക്ക് എത്ര സ്വത്തുണ്ടെങ്കിലും, സ്ത്രീ ഒരു പൈസയും കുടുംബത്തിന് വേണ്ടി ചിലവാക്കേണ്ട ആവശ്യമില്ല, സ്ത്രീക്ക് വേണ്ടി ചിലവാക്കേണ്ട ആവശ്യമില്ല. അത് പുരുഷൻ്റെ പുറത്താണ് കടമ ചുമത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ മഹർ കൊടുത്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അത് അവിടെ ഒരു ട്വിസ്റ്റ്. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക. എങ്ങനെയെങ്കിലും ഇസ്ലാം ചീത്തതാണ്, കുടുംബം പാടില്ല. ഇസ്ലാം പറയുന്നത് ഈ സ്ത്രീകളെല്ലാം സംരക്ഷിക്കുന്ന എല്ലാ നിയമവും ഇസ്ലാമിൽ കാണും. അവരെ സൗന്ദര്യം മറ്റൊരാൾ ആസ്വദിക്കാൻ പാടില്ല, അതുകൊണ്ട് നല്ല ഡ്രസ്സ് കൊണ്ട് പോകണം. അത് വിരുദ്ധർക്കും അത് പറ്റത്തില്ല. നിങ്ങൾ ഡ്രസ്സിൽ മാന്യമായിട്ട് എല്ലാ ഡ്രസ്സ്, ഞങ്ങൾ പറയുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് വേണം സ്ത്രീകളെ പുറത്ത് വരാമെന്ന് അവർ പറയും. അവർ മോഡേൺ എന്ന് പറയുന്നത് എന്താണോ അത് ഇട്ടുകൊണ്ട് വരണം. ഒരു യൂണിറ്റായിട്ട് നിൽക്കണം. അത് ഒരു കുടുംബമായിരിക്കണം. കുടുംബനാഥൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, പോസ്റ്റ് ഉണ്ട്. അവരാണ് അത് നോക്കേണ്ടത്. ഏത് കാര്യത്തിനും അങ്ങനെ തന്നെയാണ്. ഒരു ബസ്സിന് ഒരു ഡ്രൈവറേ പറ്റത്തുള്ളൂ. എല്ലാത്തിനും ഒരാളാണ്. ഒരു അൾട്ടിമേറ്റ് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ആണെങ്കിൽ ഒരു GM കാണും. ഒരാളെ നിയന്ത്രിച്ചാലേ ആ സിസ്റ്റം പോകും. എല്ലാവരും നിയന്ത്രിച്ചാൽ അത് കുളമാവും. ആ ഒരു ലോജിക്ക് പോലും അറിയാതെ ഇസ്ലാമിനെ എതിർക്കണം, യൂട്യൂബിൽ 4 പേര് കാണണം എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് നടക്കണം. അപ്പം ഇതാണ് രണ്ട് കാര്യങ്ങൾ പുള്ളി പറയുന്നത്. മഹറാണ് വാങ്ങിച്ചതുകൊണ്ടത്. വാങ്ങിച്ചത് കൊടുത്തതൊന്നുമല്ല, അത് മെയിൻ്റനൻസ് ആണ്. അവസാനം വരെയും പുരുഷന്മാരാണ് നോക്കേണ്ട കടമയുള്ളത്. അതുകൊണ്ടാണ് അധികാരം അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് വേറൊരു ഇടയ്ക്ക് കൂടെ ഇങ്ങനെ കയറ്റിവിടും. വാക്കുകൾ ഇങ്ങനെ വരുത്തിവിടും. വാങ്ങിച്ച വസ്തുവാണ് സ്ത്രീ പൈസ കൊടുത്ത് വാങ്ങിച്ച വസ്തുവാണ്. ഏത് കൺസെപ്റ്റ് ഇസ്ലാമിൽ അങ്ങനെ കൺസെപ്റ്റ് ഉണ്ട്? വസ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹർ കൊടുക്കുന്നത് സ്ത്രീയുടെ സെക്യൂരിറ്റിക്ക് വേണ്ട. നാളെ അങ്ങനെ കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ആരും നോക്കുക? രണ്ടാമത് കല്യാണം കഴിക്കാൻ പാടാണ് സ്ത്രീക്ക്. ആണുങ്ങൾക്ക് കിട്ടും. ഒരു കല്യാണം കഴിഞ്ഞ സ്ത്രീക്ക് അത് സൗന്ദര്യം പോകും, എല്ലാം പോകും. ഒരു പ്രസവിച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് കല്യാണം കഴിക്കാൻ പാടാണത്. ആൾക്കാർ വരാൻ പാടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ നോക്കിയിട്ട് ഒരു സെക്യൂരിറ്റി ആയിട്ട് മഹർ ആൾറെഡി കൊടുത്തു വെച്ചിരിക്കുകയാണ് ഇസ്ലാം. സ്ത്രീധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമുദായത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഇത് വിലയ്ക്ക് വാങ്ങിച്ചതാണെന്നുള്ളത്. അതും ഒരു ട്വിസ്റ്റാണ്. വസ്തുവല്ല, വാങ്ങിച്ചതുമല്ല. വസ്തു എവിടെ കിടക്കുന്നത്? നിങ്ങൾ ഖുറാനിലൊന്ന് വായിച്ചു നോക്കെ എവിടെയാണ് വസ്തു എന്നുള്ളത്. ഒരു ആത്മാവിൽ നിന്നാണ് സ്ത്രീയും പുരുഷനെയും മനുഷ്യരെല്ലാവരും സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഖുറാൻ പറയുന്നു. ഖുറാൻ 4:1. അതങ്ങനെ വസ്തു വന്നപ്പോൾ പുരുഷന് വസ്തു ആവണ്ടേ? എന്ത് മേന്മയാണ് കൊടുത്തേക്കുന്നത്? സ്ത്രീയെക്കാട്ടി എന്ത് മേന്മയാണ് പുരുഷന് കൊടുത്തേക്കുന്നത്? ഈ ഒരു കാര്യത്തിൽ നിയന്ത്രണാധികാരം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി അവിടെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ഒരു ആത്മാവിൽ നിന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയിടത്ത് അവരുടെ ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കുടുംബം ഒരു യൂണിറ്റാന്ന് പറയുമ്പോൾ മാത്രം നിയന്ത്രണാധികാരം കൊടുത്തു എന്നല്ലാതെ ബാക്കി എല്ലാ ലെവലും സ്ത്രീക്ക് ആത്മാവുണ്ടോ എന്ന് ചർച്ച നടന്നിരുന്ന ആ 6-ാം നൂറ്റാണ്ടിലാണ് ഖുറാനിൽ ഇത് ഇറങ്ങുന്നത്. ഒരു ആത്മാവിൽ നിന്നാണ് നിങ്ങൾ രണ്ടുപേരും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളത്. എന്ത് വലിയ വിപ്ലവം എന്നാലോചിക്കുന്നു. ആ കാലത്ത് യൂറോപ്പിലുള്ള ചിന്തകന്മാർ തമ്മിൽ ചർച്ച നടക്കുകയാണ്. ഇത് സ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ തന്നെ ആണോ, അതിന് ആത്മാവുണ്ടെന്ന് ഡിബേറ്റ്സ് നടക്കുന്ന കാലമാണ്. മുഹമ്മദ് നബി സ്വന്തമായിട്ട് പറയുകയാണെങ്കിൽ ആ രീതിയിലല്ല പറയേണ്ടത്, അവരുടെ രീതിയിലല്ല സംസാരിക്കേണ്ടത്. ഇതിന് നേരെ ഘടകവിധമായിട്ട് ഇന്നത്തെ ഒരു വലിയ പരിഷ്കാരി അല്ലെങ്കിൽ ഏറ്റവും വലിയ വിപ്ലവവാദി സംസാരിക്കുന്ന രീതിയിലാണ് അവർ ഒരാത്മാവിൽ നിന്നാണ് ഞാൻ സംരക്ഷിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ അവർ അന്യോന്യം വസ്ത്രങ്ങളെ പോലെയാണ്. അവർ പാരസ്പര്യം, അതായത് സ്ത്രീ പുരുഷൻ്റെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറവിനെ മറയ്ക്കും, നമ്മളെ നല്ല സുന്ദരനായിട്ട് കാണിക്കും. ഇതെല്ലാം വസ്ത്രത്തിൻ്റെ മേന്മകളാണ്. അങ്ങനെ പരസ്പരമാണെന്ന് പറയുന്നത്. ഒരു ഭാര്യ ഭർത്താവിൻ്റെ
എന്താണ് അവൻ്റെ സംരക്ഷിക്കണം, അവനെ ഈ ഭാര്യയെ കാരണം ഭർത്താവിന് നല്ല സുന്ദരനായിട്ട് കാണണം എന്ന് വെച്ചാൽ അത് വസ്ത്രം ചെയ്യുന്ന അതെല്ലാം ചെയ്യണം. അതവർ തിരിച്ചും പരസ്പരം നിങ്ങൾ രണ്ടുപേരും വസ്ത്രങ്ങൾ പോലെയാണ് എന്നുള്ളത്. നല്ല രണ്ടുപേരും ഒരാളെ കാരണം മറ്റേ ആൾ വളരെ നന്നായിട്ട് കാണപ്പെടണം. അത് ഖുർആനിലെ 2:187 കാണാം. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് കലർന്നിരിക്കുന്നു എന്ന് ഖുർആൻ 4:21 കാണാം. വസ്തുവാണെങ്കിൽ എങ്ങനെ കൂടി കലരുന്നത്? വസ്തു അല്ലാത്തൊരു മേന്മയുള്ള ആളാണെങ്കിൽ കൂടി കലരുന്നത് എങ്ങനെയാണ്? രണ്ടുപേരും കൂടി കലർന്നിരിക്കുന്നു, ഒരേപോലെ ആൾക്കാരാണ് എന്ന് പറയുന്നു. രണ്ടുപേരും നിങ്ങൾ മിത്രങ്ങളാണ്, ഫ്രണ്ട്സാണ്. വസ്തുവാണെങ്കിൽ എങ്ങനെ പറയുന്നത്? ഇതൊക്കെ വസ്തുവിനോ? ഖുർആൻ്റെ 9:71 നിങ്ങൾ രണ്ടുപേരും കൂട്ടുകാരെ പോലെ ആയിരിക്കണം, പാരസ്പര്യം വേണം എന്നൊക്കെ എത്ര ഇടത്ത് ഖുർആൻ ജസ്റ്റ് കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇവർക്കതൊന്നും കേൾക്കണ്ട. ഇവർ വേഗത്തിൽ പറയും വസ്തു എന്ന് പറഞ്ഞാൽ വസ്തു എന്ന് കേട്ടോളൂ. നമ്മൾ എവിടെ പറയുന്ന വസ്തു ഖുർആനിൽ എവിടെയാണ് വസ്തു? നിയന്ത്രണം തന്നിരിക്കുന്ന പറഞ്ഞാൽ വസ്തുവാണ്. മഹർ വരെ സംരക്ഷണം നടത്തി കൊടുത്താൽ വസ്തു എന്നാണ്. നിങ്ങളാക്കിയെടുക്കുന്നതാണത്. എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണമല്ലോ. സ്ത്രീക്ക് ഇസ്ലാം നൽകിയ ആ മേന്മയും അവരുടെ അവകാശങ്ങളും ഒരിടത്തും കൊടുത്തിട്ടില്ല, ഒരു ഇതും കൊടുത്തില്ല. ഇസ്ലാമിൻ്റെ സ്ത്രീകളെല്ലാം അനുഭവിക്കുന്നുണ്ട്. നിങ്ങളത് ഇല്ലാതാക്കാനാണ് നോക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഇത്രയും 4 ആയത്തുകൾ ക്ലിയറായിട്ടുണ്ട്. ഇസ്ലാം സ്ത്രീയെ കൊടുത്തിരിക്കുന്നത് പുരുഷൻ്റെ ഈക്വലായിട്ടാണ്. കുടുംബം വരുമ്പോൾ ഒരാൾ ഹെഡ് വരണം. ആ ഹെഡ് ഇസ്ലാം എന്തുകൊണ്ട് ഇവർക്ക് കൊടുത്തു? പുരുഷന് മേലേൽപ്പിച്ചു. അതുപോലെ അതിന് അടുത്തത് പറയാം. ഇനി ഇതാണ് ഇതിനകത്തുള്ളത്. ഇത് ഈ ഫസ്റ്റ് ലൈനിൽ പറയുന്നുള്ളൂ പുള്ളി. അപ്പോൾ അതിന് നമ്മൾ ക്ലിയറായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. നിയന്ത്രണാധികാരത്തിനും അതുപോലെ കഴിവ് കൊടുത്തു എന്നുള്ളത്, ധനം ചെലവഴിക്കുന്നുള്ളത്. ഇനി അടുത്ത ക്ലിപ്പ് കേൾക്കുക. ഓക്കെ, ക്ലിപ്പ് കേട്ടല്ലോ നിങ്ങൾ. അപ്പം ഇതിനകത്ത് സ്ത്രീകളെ അടിക്കാം. അപ്പോൾ ഒരു വസ്തു എന്ന് പറഞ്ഞത് ശരിയായി ഒരു കൊണ്ടുവന്നിട്ട് വസ്തുവിനെ പോലെ അടിക്കാന്നുള്ളത് അത് കറക്റ്റായിട്ട് വായിച്ച് നോക്കണം എന്താണ് അത് പറയുന്നത്. നിങ്ങൾ ആദ്യമേ നിയന്ത്രണാധികാരം എന്ന് പറഞ്ഞിട്ട് അടുത്തത് അവരനുസരണക്കേട് കാണിക്കുമെന്ന് ഭയപ്പെട്ടാൽ എന്നാണ് ട്രാൻസ്ലേഷനിലുള്ളത്. ആക്ച്വലി നിങ്ങൾ അടുത്ത ആയത്തും കൂടെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ദമ്പതിമാർ തമ്മിൽ ഭിന്നിച്ച് പോകുമെന്ന് നിങ്ങൾ ആശങ്കിച്ചാൽ എന്ന് അടുത്ത സ്റ്റേജിൽ കാണും. ഇതിൻ്റെ ആയത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അതും പറയുന്നത്. പല ട്രാൻസ്ലേഷനിലും അനുസരണക്കേടെന്ന് കാണിക്കണം. പക്ഷേ ശരിക്കും അവിടെ വരേണ്ടത് അവരിൽ ഭിന്നിപ്പുണ്ടാകുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ എന്ന് വെച്ചാൽ അവർ പിരിഞ്ഞു പോകും, ഒന്നിച്ച് ജീവിക്കത്തില്ല എന്ന രീതിക്ക് പോകുമ്പോൾ ഒരു ഭാര്യയുടെ പുറത്ത് എന്തോ ഒരു തെറ്റ് കാണിക്കുന്നു, ഭാര്യ എന്തോ ഭർത്താവ് പറയുന്നത് കാണിക്കുന്നില്ല, എന്താ അവിടെ കാരണം എന്താവട്ടെ. പക്ഷേ അത് ഭർത്താവിനറിയാം ഏതാണ് സീരിയസ് ഏതെല്ലാം സീരിയസ് അല്ല എന്നുള്ളത്. പക്ഷേ ഇത് സീരിയസ് ആയിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഇത് പ്രശ്നത്തിലാവും, ഇത് ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ആവും എന്നാണെങ്കിൽ അത് തലാഖിലേക്ക് പോകും. എനിക്ക് വേണ്ട, ഭാര്യ എനിക്ക് വേണ്ട എന്ന സ്റ്റേജിലേക്ക് വരുമ്പോൾ അത് ഒറ്റയടിക്ക് തലാഖെടുത്ത് കൊടുക്കരുത്. അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഭാര്യകൾ പല തെറ്റുകളും ചെയ്യും, അതൊക്കെ ചിലപ്പം മാറി വരാനുള്ള ചാൻസ് ഒരുപാട് കൊടുക്കണം. അപ്പോൾ കോർട്ടിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ, ഡൈവേഴ്സിന് പോയി കഴിഞ്ഞാൽ അവരിരുന്നൊരു പിന്നെ ചിലപ്പം രണ്ടുപേരും ഓക്കെ എന്ന് പറഞ്ഞാൽ അപ്പോഴേ ഇതും കൊടുക്കും. അല്ലെങ്കിൽ ചില 10 വർഷം 15 വർഷം അവിടെ നീട്ടി ഉള്ള സമയം കളഞ്ഞ് പൈസയും കളഞ്ഞ് ആ കൂടെ കുളവാക്കി രണ്ടുപേരും ജീവിതം ഇല്ലാതാക്കുന്ന രീതിയിലാണ് നമ്മുടെ കോടതി നടപടികളൊക്കെ ഉള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇത് ആ തലാക്ക് ചെയ്യാനുള്ള അധികാരം ആരാണോ കല്യാണം കഴിച്ചത് അവരെ തന്നെയാണ് തന്നിരിക്കുന്നത്. മൂന്നാമത്തെ ആളുടെ കയ്യിലല്ല. കല്യാണം കഴിക്കുന്നത് ആ പുരുഷനും സ്ത്രീയും തമ്മിൽ ഇഷ്ടപ്പെട്ടാണ് കഴിക്കുന്നത്. അപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ അവർ തീരുമാനിക്കുന്ന അധികാരം അവരുടെ കയ്യിൽ തന്നെ കൊടുക്കണം. ആ സമയത്ത് പോയിട്ട് മൂന്നാമത്തെ ആൾ വന്ന് അയാൾക്ക് ഇതിൻ്റെ പ്രശ്നങ്ങളോ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്കറിയാൻ പറ്റും. അപ്പോൾ അവർക്ക് തന്നെ കൊടുക്കുക. അത് എത്ര വളരെ സിമ്പിളാക്കി വെച്ചേക്കാം പ്രൊസീജിയർ. അതും സ്ത്രീക്ക് ഇസ്ലാം കൊടുത്ത വലിയൊരു വരദാനമാണ്. അല്ലെങ്കിൽ ഇത് കാരണം ഉണ്ടാകുന്ന പല പല പ്രശ്നങ്ങളുണ്ട്. കാരണം ഇഷ്ടമില്ലാത്ത ആൾക്കാർ തമ്മിൽ ജീവിക്കുമ്പോൾ എന്തിനാ ഇത്ര ദൂരം പോകുന്നത്, ഇത്രയും പോയി കോടതി കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞത് ഭർത്താവ് ഭാര്യയെ ഇല്ലാതാക്കുന്നതും കാമുകനോട് ചേർന്ന് ഭർത്താവിനെ ഇല്ലാതാക്കുന്നതും ഇങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ ഡെയിലി പേപ്പറിൽ വായിക്കുന്നുണ്ട്. അപ്പം ഇഷ്ടമല്ലേ പിരിഞ്ഞുകൊണ്ട് പോകാന്നുള്ളത്. അപ്പോൾ ആ സ്റ്റേജാണ് ഈ 2 ആയത്ത് സംസാരിക്കുന്നത്. 34 35 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തലാഖ് സ്റ്റേജിലേക്ക് പോകുമെന്ന് ഭയപ്പെട്ടാൽ, അനുസരണക്കേട് കാണിക്കുമെന്ന് ഭയപ്പെട്ടാലെന്ന് പറഞ്ഞാൽ അത് ആ വാക്കിനെ ചേരുന്നില്ല. നാളെ പോയി ഞാൻ പറയുന്നു രാവിലെ എനിക്ക് ചായ ഇട്ട് തരണം എന്ന് ഞാൻ പറയുന്നു, നാളെ തരത്തില്ല എന്ന് ഞാൻ ഭയപ്പെട്ടുകൊണ്ട് ആക്ഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ അതല്ല, നിങ്ങൾ പിരിയുമെന്ന്, നിങ്ങൾ തമ്മിൽ വേർപിരിയുമെന്ന് ഭയപ്പെട്ടാൽ എന്നുള്ള ഇതിലാണ് അടുത്ത ആയത്തും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ആദ്യം ഉപദേശിക്കരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇത് തെറ്റാണ്, ഇത് അങ്ങനെയൊക്കെ മനസ്സിരിക്കുക. അത് കുറേ നാൾ പറഞ്ഞത് കേട്ടുന്നില്ല കേൾക്കുന്നില്ലെങ്കിൽ അടുത്ത സ്റ്റേജിൽ ആ ബെഡിൽ നിന്നും മാറ്റി കിടത്തുക. അപ്പോൾ സ്ത്രീക്ക് ആ പുരുഷൻ്റെ ഇത് മനസ്സിലാവുമോ, അതായത് ഒരു പുരുഷനോട് എപ്പോഴും സ്ത്രീയെ ആശ്രയിച്ച് വരണം, പുരുഷൻ ഇഷ്ടപ്പെട്ട് വരണം. അപ്പോൾ നമ്മളെപ്പോലും വേണ്ട, അവൻ്റെ ആവശ്യം പോലും വേണ്ടെന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുമെന്ന് പറഞ്ഞാൽ നാളെ അത് ഡൈവേഴ്സിലേക്ക് പോകും. അതെനിക്ക് തന്നെയാണ് എൻ്റെ പ്രശ്നങ്ങൾ വരിക എന്ന് മനസ്സിലാകുമ്പോൾ ചിലപ്പം ആ ഭാര്യ ആ തെറ്റ് തിരുത്തും. ഇനി അതിനകത്തും ആവുന്നില്ലെങ്കിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ദേഹത്ത് ഒരു തട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. അത് അവരുടെ സെൽഫ് റെസ്പെക്റ്റിനെ ചോദ്യം ചെയ്യും. ഒരു കൈ വെക്കുന്ന ലെവലിൽ വന്നു. അപ്പോൾ അടിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് വേറെ ഹദീസുകളൊക്കെ ഉണ്ട്. എങ്ങനെ ഒരു സിവിയറായിട്ട് അടിക്കരുത്, അങ്ങനെയൊക്കെ ഒരുപാട് ഹദീസുകളുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, സ്ത്രീകളെന്ന് പറഞ്ഞാൽ വളഞ്ഞ വാരിയലിൽ നിന്നാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ അല്പം സ്വല്പം അങ്ങനെയൊക്കെ തന്നെ കാണിക്കും ചിലതൊക്കെ.
അതിൽ നിങ്ങൾ കാര്യമായിട്ട് എടുക്കരുത്, അത് നേരെ ഒരുപാട് നേരെയാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോകും എന്ന് പറയാൻ ഹദീസിൽ ബുഹാരിയിൽ കാണാം. 3331 അത് അതേ ബുഹാരിയിൽ 5184, ബുഹാരിയിൽ തന്നെ 5186. അതായത് വളഞ്ഞ വാരിയല് പോലെയാണ് അവർ നിങ്ങൾ ഒരുപാടങ്ങ് നേരം, അത് ചില മൈനസുകൾ അവർ പുറത്ത് കാണും എന്ന് പറയുന്ന ഹദീസുകളാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ചില നിങ്ങൾക്ക് ആ സ്ത്രീയുടെ പുറത്ത് ചിലപ്പോൾ ചെറിയ ഒരു മിസ്റ്റേക്ക് എന്ന് തോന്നുന്നത് കാണും, പക്ഷെ അതില്ലാതെ വേറെ പല നന്മകളുണ്ട്, നിങ്ങൾ അത് നോക്കി അവരോട് ഒന്നിച്ച് നിൽക്കുക എന്ന് പറയുന്ന ഹദീസ് മുസ്ലിം 1468b, മുസ്ലിം എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ 1468 കാണാം. നിങ്ങളൊരു തെറ്റ് കാണുന്നു, പക്ഷേ വേറെ ഒരുപാട് നന്മകൾ നിങ്ങൾ ഭാര്യമാരിൽ കാണുന്നു. 100% ഉണ്ടാക്കിക്കൊണ്ടൊന്നും വരാൻ പറ്റത്തില്ല. എല്ലാ നന്മകളും ചേർന്നാണ്, അല്ലെങ്കിൽ ഈ മനുഷ്യന് ഈ പുരുഷന് ഇഷ്ടപ്പെടുന്ന രീതിയിലൊന്നും സ്ത്രീകളൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. ചില മൈനസുകൾ കാണും, ഒരുപാട് നന്മകൾ കാണും, നീ അത് കണ്ട് തൃപ്തിപ്പെടും, ഇങ്ങനെല്ലാം പറയുന്നുണ്ട്. ഈ ഡൈവേഴ്സ് ആവരുത് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഒരു ദേഹത്ത് അടിക്കുന്ന പോലെ വന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇനി എന്നെ എത്രത്തോളം ആയല്ലോ എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് എന്താണ് തെറ്റിൽ നിന്നും പിന്തിരിയാനുള്ള സാധ്യതയുണ്ട് ആ സ്ത്രീ. പിന്നെ ഇതെല്ലാം ഒന്നിച്ച് ജീവിപ്പിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്, ഇനി ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ 2 കുടുംബത്തിൽ നിന്നും ഓരോ മീഡിയേറ്ററിനെ വയ്ക്കുക. ഈ കുടുംബമായിട്ട് ബന്ധമുള്ള ആൾക്കാരെ ഓരോരുത്തർ മീഡിയേറ്ററിനെ വെച്ചിട്ട് സംസാരിച്ച് തീർക്കുക. ചിലപ്പോൾ അള്ളാഹു നല്ല റിസൾട്ട് കൊണ്ടുവരും. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്, ഈ ആയത്തിനകത്ത്. ഇതെല്ലാം സ്ത്രീ, ഇത് ഏറ്റവും ലോജിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെയാണ് ഈ ഒറ്റ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് സ്ഥിരം ഒരു ഹോബിയായിട്ട് വെച്ചിരിക്കുന്ന ആൾക്കാർ, ഒരു തൊഴിലായിട്ട് വെച്ചിരിക്കുന്ന ആൾക്കാർ ഇസ്ലാമിനെ വിമർശിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ഫാഷനാണ്, നല്ല വരുമാന മാർഗ്ഗമാണ്. ഇസ്ലാം വിമർശന തൊഴിൽ തന്നെ ഇപ്പം അതൊരു വലിയ തൊഴിൽ മേഖലയായിട്ട് പ്രഖ്യാപിച്ചാൽ നന്നായിരിക്കും എന്നാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. പലരും ഇറങ്ങുന്നുണ്ട് ഇതിനകത്ത്, എല്ലാവരും പ്രസംഗികളും എല്ലാവരും ഇത്രയും വിമർശിക്കാൻ ഇതിനകത്ത് എന്തുണ്ടെന്ന് അറിയാൻ വയ്യ. എന്തോ മാർക്കറ്റുള്ള സാധനം ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പം ഇതിനകത്തൊന്നുമില്ല, രേഖത്തിൽ പറഞ്ഞ ഒരു വാദം ഇതിനകത്ത് നിലനിൽക്കത്തില്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത പാർട്ടിൽ ഒരു ഹദീസിനെ കുറിച്ച് ലേഖത്തിൽ പറയുന്നുണ്ട്. ആ ഹദീസ് എന്താണെന്നൊക്കെ നോക്കാം. ഈ വീഡിയോ ഇവിടെ തൽക്കാലം